നെക്സ്റ്റ് ബാർ ചാർട്ട് അല്ലെങ്കിൽ മെയിൻ ചാർട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ചാർട്ട് ഡിസ്കസ് ചെയ്യാം. റേഞ്ച് ചാർട്ട് ഓർ ആർ ചാർട്ട്. റേഞ്ച് ചാർട്ട് ഓർ ആർ ചാർട്ട്. ബോർഡ് കാണില്ലേ? കാണാണ്ട്. റേഞ്ച് ചാർട്ട് ഓർ ആർ ചാർട്ട്. ആദ്യം അതിന്റെ സ്റ്റെപ്പ് നമുക്ക് എഴുതാം, എന്നിട്ട് പറയാം. സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. The R chart is constructed. 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 The R chart is constructed using the following steps. First step, calculate the range R for each sample. First one, calculate the range R for each sample. ആദ്യം നമ്മൾ ഓരോ സാമ്പിളിന്റെയും റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, കമ്പ്യൂട്ട് ആർ ബാർ ഈക്വൽ ടു R1 പ്ലസ് എക്സെട്ര പ്ലസ് RK. K സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ മീൻ, അതിനെയാണ് ആർ ബാർ. K being the sample number. K being the sample number. Then set the control limits as follows. First case, when sigma is known, when sigma is known, when sigma is known, sigma is known, sigma known ആവുമ്പോൾ നമ്മുടെ UCL എന്ന് പറയുന്നത് D2 sigma dash, TL എന്ന് പറയുന്നത് small d2 sigma dash and LCL എന്ന് പറയുന്നത് D1 sigma dash. UCL എന്ന് പറയുന്നത് D2 sigma dash, LCL എന്ന് പറയുന്നത് small d2 sigma dash and LCL എന്ന് പറയുന്നത് D1 sigma dash. Where D1, capital D1, capital D2, small d2 are obtained from the table. Where capital D1, capital D2, small d2 are obtained from the table. Are obtained from the table. Ini second, when sigma is unknown, when sigma is unknown, UCL equal to D4 R bar, CL equal to R bar, LCL equal to D3 R bar. Where D3 and D4 are obtained from the tables. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. UCL equal to D4 R bar, CL equal to R bar, LCL equal to D3 R bar. അതാണ് നമ്മൾ ഏറ്റവും
കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് കേസ് മതി നമുക്ക്. നമ്മൾ എന്താ ചെയ്യാ, ഒരു ആർ ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നിരിക്കുന്ന ഓരോ സാമ്പിളിന്റെയും റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ, ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ മൈനസ് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ചെയ്താൽ കിട്ടുന്നതാണ് റേഞ്ച് അല്ലേ. അതിനുശേഷം ഓരോ സാമ്പിളിന്റെയും റേഞ്ചുകൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആർ ബാർ മീൻ ഓഫ് ഓൾ റേഞ്ചസ് കിട്ടും. എല്ലാ റേഞ്ചുകളുടെയും മീൻ കണ്ടുപിടിക്കാം, അതിന് ആർ ബാർ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് കൺട്രോൾ ലിമിറ്റ്സ് ആണ്. കൺട്രോൾ ലിമിറ്റ്സ് നമുക്ക് രണ്ട് കേസിൽ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കുന്ന ഡാറ്റയിൽ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ കൺട്രോൾ ലിമിറ്റ്സ് യൂസ് ചെയ്യാം. അപ്പൊ ആർ ബാർ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. CL equal to small d2 sigma dash, UCL equal to capital D2 sigma dash, LCL equal to D1 sigma dash. സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് സിഗ്മയുടെ തന്നിരിക്കുന്ന വാല്യൂ, നോൺ വാല്യൂ ആണ് സിഗ്മ ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിഗ്മ നോൺ അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഇനി പറയാൻ പോകുന്ന കൺട്രോൾ ലിമിറ്റ്സ് ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. CL equal to R bar, UCL equal to D4 R bar, LCL equal to D3 R bar. അതിൽ D3, D4, D2, D1 സ്മോൾ d2 എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് കൺട്രോൾ ലിമിറ്റ്സിന്റെ ചാർട്ടിൽ നിന്ന് ടേബിൾ വാല്യൂയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ ടേബിൾ വാല്യൂ ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ ടേബിളിന്റെ ഒരു പ്രിന്റ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പോവാം. കൺട്രോൾ ചാർട്ടിന്റെ ടേബിൾ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. ടേബിൾ ഫോർ കൺട്രോൾ ചാർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ കയ്യിലുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ അത് ഇല്ലെങ്കിൽ ഈ ഞാൻ ഇപ്പൊ അയച്ചു തന്ന ആ പേജ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കൊണ്ടുപോവാം പരീക്ഷയ്ക്ക് പോകുമ്പോ. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ആർ ചാർട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഒരു പ്രോബ്ലം എഴുതാം. construct a control chart for the mean. Construct the control chart for the mean and range. Construct the control chart for the mean and range for the data in which samples of 5 are taken. In which samples of 5 are taken. In which samples of 5 are taken. ഇനി ഡാറ്റ എഴുതാം. ഡാറ്റ വേണമെങ്കിൽ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് തന്നെ ആദ്യം എഴുതിക്കോളൂ. 2 പ്രാവശ്യം എഴുതാൻ നിൽക്കണ്ട. ഡാറ്റ തന്നിരിക്കുന്നത് സാമ്പിൾ നമ്പർ, പിന്നെ ഓരോ സാമ്പിളിലും 5 ഒബ്സർവേഷൻ വീതമുണ്ട്. x1, x2, x3, x4, x5. സാമ്പിൾ നമ്പർ 12, 12 എണ്ണുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇനി ഓരോ ഒബ്സർവേഷൻസ് 19, 24, 80, 81, again 81, 36, 54, 69, 77, 84, 42, 51, 57, 59, 78, 51, 74, 75, 78, 132, 60, 60, 72, 95,
138. 18, 20, 27, 42, 60. 42, 65, 75, 78, 87. 42, 45, 68, 72, 90. 90, 34, 70, 81, 81. 36, 50, 69, 81, 84. Then second year. അടുത്തത് 42, 50, 58, 59, 78. Last one 51, 74, 75, 78 and 60. ഇതിലെ ലാസ്റ്റ് എത്തുന്നുണ്ട്. ഇതിലൂടെ ചെറുപ്പം കുറയ്ക്കും. ഹെഡിങ്സ് എഴുതിയോ? ആ മിസ് എഴുതി. Comment whether, comment whether, comment whether, comment whether the production seems to be under control. Comment whether the production seems to be under control. Comment whether the production seems to be under control. എഴുതിയില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 12 സാമ്പിൾ ഉണ്ട്. ഓരോ സാമ്പിളിലും 5 ഒബ്സർവേഷൻസ് വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായത് 5 സാമ്പിൾ സൈസ് 5 ആയിട്ടുള്ള 12 റെഗുലർ ഇന്റർവെൽസില് 5 സാമ്പിൾ സൈസ് വീതമുള്ള ഒബ്സർവേഷൻസ് കളക്ട് ചെയ്തു. ഇത് ഈ പ്രോസസ് അണ്ടർ കൺട്രോൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. മീൻ ചാർട്ടും ആർ ചാർട്ടും വരച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് മീൻ ചാർട്ട് വരയ്ക്കണമെങ്കിൽ മീൻ ചാർട്ടിന്റെ കൺട്രോൾ ലിമിറ്റ്സ് ഏതൊക്കെയായിരുന്നു? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് CL equal to x double bar, UCL equal to x double bar plus A to R bar, LCL equal to x double bar minus A to R bar. ആ കൺട്രോൾ ലിമിറ്റ് നമുക്ക് യൂസ് ചെയ്യാം എക്സ് ബാറിന് അല്ലേ? അതായത് എക്സ് ബാർ ചാർട്ടിന് CL എന്ന് പറഞ്ഞാൽ x double bar, UCL എന്ന് പറഞ്ഞാൽ x double bar plus A to R bar. R bar എന്തായാലും നമുക്ക് വേണം. LCL equal to x double bar minus A to R bar. ഇത് യൂസ് ചെയ്യാം. അതുപോലെ ആർ ചാർട്ടിന് നമുക്ക് CL equal to R bar, LCL equal to D3 R bar, D ആണിത്, UCL equal to D4 R bar. ഇത് യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ ആദ്യം വേണ്ടത് എക്സ് ഡബിൾ ബാർ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ബാറുകൾ വേണം. ഓരോ സാമ്പിളിന്റെയും മീൻ വേണം, ഓരോ സാമ്പിളിന്റെയും റേഞ്ച് വേണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മീൻ കണ്ടുപിടിക്കുക, റേഞ്ച് കണ്ടുപിടിക്കുക ഓരോന്നിന്റെയും. ഈ 5 ഒബ്സർവേഷന്റെ മീൻ കാണാം, ഈ 5 ഒബ്സർവേഷന്റെ റേഞ്ച് കാണാം. എഗെയിൻ ഈ 5 ഒബ്സർവേഷന്റെ മീൻ കാണാം, അതിന്റെ റേഞ്ച് കാണാം. എന്നിട്ട് ആ മീനുകളെല്ലാം കൂടി കൂട്ടി 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എക്സ് ഡബിൾ ബാർ കിട്ടുക. അതേപോലെ റേഞ്ചുകളെല്ലാം കൂട്ടി 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആർ ബാർ കിട്ടുക. മനസ്സിലായോ? അപ്പൊ ഓരോ സാമ്പിളിന്റെയും മീനും റേഞ്ചും ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. ചെയ്യൂ. മീനും റേഞ്ചും കാൽക്കുലേറ്റ് ചെയ്യും. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ, അപ്പൊ ചെയ്യൂ.
ഈ തന്നിരിക്കുന്ന ഓരോ സാമ്പിളിലെ അതായത് 19 പ്ലസ് 24 പ്ലസ് 80 പ്ലസ് 81 പ്ലസ് 81 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മീൻ കിട്ടും. റേഞ്ച് കിട്ടാൻ ഏറ്റവും വലിയ ഒബ്സർവേഷൻ ഏതാ? 81. ഏറ്റവും ചെറുത് 19. 81 മൈനസ് 19 ചെയ്താൽ റേഞ്ച് കിട്ടും. അങ്ങനെ ഓരോ സാമ്പിളിലെയും മീനും റേഞ്ചുകളും കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് പറയാം. 64 42 പ്ലസ് 51 പ്ലസ് 57 പ്ലസ് 59 പ്ലസ് 78 ഡിവൈഡഡ് ബൈ 5 എന്തിങ്ങനെ 57.4 130 കൈവയ്ക്കാം. 51 പ്ലസ് 74 പ്ലസ് 75 പ്ലസ് 75 പ്ലസ് 78 പ്ലസ് 132 കറക്റ്റ് അല്ലേ? 51 74 75 78 132 കറക്റ്റ്. 82 138 95 138 95 72 60 72 60 60 60 425 ബൈ 5 85 ആണ്. 85 60 42 60 പ്ലസ് 42 പ്ലസ് 27 പ്ലസ് 20 27 പ്ലസ് 20 27 പ്ലസ് 20 പ്ലസ് 18 ഓക്കെ 33.4 87 പ്ലസ് 78 87 പ്ലസ് 78 പ്ലസ് 75 പ്ലസ് 75 പ്ലസ് 65 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 5 69.4 90 72 68 45 68 45 42 63.4 63.4 81 81 70 81 പ്ലസ് 81 പ്ലസ് 70 പ്ലസ് 34 19 34 പ്ലസ് 19 ഡിവൈഡഡ് ബൈ 5 57 57 84 81 69 50 69 50 36 64 78 59 58 50 58 50 42 57.4 60 78 75 74 51 74 51 67.6. ഇനി ഇതിൽ 81 മൈനസ് 19 62 റേഞ്ച് ഇവിടെ ഇതാല്ലേ 62 ഇതിലേറ്റവും വലുത് 84 മൈനസ് 36 48 78 42 78 മൈനസ് 42 36 132 മൈനസ് 51 132 മൈനസ് 51 81 138 മൈനസ് 60 138 മൈനസ് 60 78 60 അല്ല 60 മൈനസ് 18 42 87 മൈനസ് 42 87 മൈനസ് 42 45 90 മൈനസ് 42 90 മൈനസ് 42 48 ചെയ്യുന്നില്ലേ? മൈനസ് ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല. ആദ്യം ഓരോ സാമ്പിളിന്റെയും മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാത്തത്. കാൽക്കുലേറ്റർ വെച്ചിട്ട് ഓരോ സാമ്പിളിന്റെയും മീനും റേഞ്ചും കാൽക്കുലേറ്റ് ചെയ്യാം. 84 മൈനസ് 36 84 മൈനസ് 36 48
78 മൈനസ് 42 78 മൈനസ് 42 36 78 മൈനസ് 51 78 മൈനസ് 51 27. ഇനി ടോട്ടൽ വീണ്ടും എഴുതണം. 57 പ്ലസ് 64 പ്ലസ് 57.4 പ്ലസ് 82 പ്ലസ് 85 33.4 പ്ലസ് 69.4 പ്ലസ് 63.4 പ്ലസ് 57 പ്ലസ് 64 പ്ലസ് 57.4 പ്ലസ് 67.6. എൻ്റെ പൊന്നു 757.6 62 85 33.4 69.4 63.4 57 64 57.4 67.6. ഓക്കെ. ഗോപിക, റേഞ്ച് വാല്യൂസ് പറയൂ. റേഞ്ച് കണ്ടുപിടിച്ചില്ലേ? എവിടെ ഗോപിക? ആ പറഞ്ഞോ, റേഞ്ച് വാല്യൂസ് പറയൂ. കേട്ടില്ല. 62 48 അല്ലേ? പിന്നെ 30 ആ 81 81 78 78 42 52 40 45 48 48 62 പറയൂ. 62 62 48 48 36 36 27. 27. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്കിനി കൺട്രോൾ ലിമിറ്റുകൾ കണ്ടുപിടിക്കണം അല്ലേ? കൺട്രോൾ ലിമിറ്റ് എക്സ് ബാർ ചാർട്ടിന്റെയും ആർ ബാർ ചാർട്ടിന്റെയും കൺട്രോൾ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചാർട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതുവരെ എല്ലാവർക്കും കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടാത്തതോ മനസ്സിലാവാത്തതോ ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മൾ എക്സ് ബാർ ചാർട്ടിന്റെ കൺട്രോൾ ലിമിറ്റ്സ് എന്തൊക്കെയായിരുന്നു? എന്തായാലും ആദ്യം എന്ത് വേണം? എക്സ് ഡബിൾ ബാർ വേണം അല്ലേ? എക്സ് ഡബിൾ ബാർ കിട്ടണമെങ്കിൽ 57 പ്ലസ് 64 പ്ലസ് എക്സെട്ര പ്ലസ് 67.6 ഡിവൈഡഡ് ബൈ 12 ചെയ്യണം. അതേപോലെ ആർ ബാർ കിട്ടാൻ 62 പ്ലസ് 48 പ്ലസ് 36 പ്ലസ് എക്സെട്ര പ്ലസ് ഏറ്റവും ലാസ്റ്റത്തെ 27 ഡിവൈഡഡ് ബൈ 12 ചെയ്യാം. എന്നിട്ട് എക്സ് ബാറും ആർ ബാറും കണ്ടുപിടിക്കുക. എത്ര കിട്ടി മീന്? 63.13. റേഞ്ചോ? 51.08. 51.08. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ലിമിറ്റ്സ് കണ്ടുപിടിക്കണം അല്ലേ? അതായത് ഇത് 63.13, റേഞ്ച് എന്ന് പറയുന്നത് 51.08. ഇനി എക്സ് ബാർ ചാർട്ടിന്റെ കൺട്രോൾ ലിമിറ്റ്സ് ആണ് എഴുതാൻ പോകുന്നത്. അപ്പൊ സി എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഡബിൾ ബാർ ഈക്വൽ ടു 63.13 തന്നെ. ഈ യു സി എൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ഡബിൾ ബാർ പ്ലസ് A2 ടൈംസ് ആർ ബാർ, ദാറ്റ് ഈസ് 63.13 പ്ലസ് A2 എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് n ഈക്വൽ ടു 5 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ടേബിളിൽ വരുന്ന വാല്യൂ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് ടേബിൾ വാല്യൂ അയച്ചു തന്നിട്ടുണ്ട്. ആ ടേബിൾ എടുത്തിട്ട് അതിൽ n ഈക്വൽ ടു 5 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന A2ന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കൂ. 51.08. Similarly, LCL equal to x double bar minus A2 R bar, which is equal to 63.13 minus
0.577 into 51.08. ഇത് ചെയ്തിട്ട് LCLും UCLും എത്രയാണെന്ന് പറയാം. ചെയ്യും ആദിത്യൻ. ഹലോ മിസ്. UCLും LCLും എത്ര കിട്ടിയേ? UCL 92.6 ആണോ? 60. LCL ഒരു മിനിറ്റ് മിസ്, കിട്ടിയിട്ടില്ല. ചെയ്തിട്ട് പറയും. ചെയ്യണട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ സിമ്പിൾ ആണ്. കൺട്രോൾ ലിമിറ്റ് പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ് കൺട്രോൾ ലിമിറ്റിന് ആവശ്യമുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. ചെയ്താൽ ഫുൾ മാർക്കാണ് കിട്ടുക. യൂഷ്വലി 10 മാർക്കിന്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. പറഞ്ഞോ. 33.65 ആണോ? 33.65 അത് തന്നെയാണ്. അപ്പൊ നമുക്കിപ്പോ എക്സ് ബാർ ചാർട്ടിന്റെ എന്ത് കിട്ടി? കൺട്രോൾ ലിമിറ്റ്സ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? രണ്ടിന്റെ ആർ ചാർട്ടിന്റെയും കൂടി കണ്ടുവച്ചതിന് ശേഷം ലാസ്റ്റ് ഗ്രാഫ് വരച്ചാലും മതി. ഓക്കെ. അപ്പൊ നമുക്കിനി ആർ ചാർട്ടിന്റെ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ കഴിയാ? CL എന്ന് പറഞ്ഞാൽ ആർ ബാർ തന്നെയാണ് വരിക. ദാറ്റ് ഈസ് 51.08 കിട്ടും. അതിനാൽ 2.14 into 51.08 എന്ന് വരും. LCL എന്ന് പറയുമ്പോൾ D3 times R bar ആണ്. D3 0 ആയതുകൊണ്ട് 0 into 51.08 ചെയ്താൽ ലോവർ കൺട്രോൾ ലിമിറ്റ് നമുക്ക് 0 ആയിട്ട് കിട്ടും. അപ്പർ കൺട്രോൾ ലിമിറ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരണേ? 109.311. അപ്പൊ ഇപ്പൊ നമുക്ക് ആർ ചാർട്ടിന്റെയും എക്സ് ബാർ ചാർട്ടിന്റെയും എന്തായി? കൺട്രോൾ ലിമിറ്റ്സ് ആയി. ഇനി നമ്മൾ രണ്ടും സെപ്പറേറ്റ് ഗ്രാഫ് ആയിട്ട് വരയ്ക്കുക. ആദ്യം എക്സ് ബാർ ചാർട്ടിന്റെ ഗ്രാഫ് വരയ്ക്കുക, പിന്നെ നമ്മൾ ആർ ചാർട്ടിന്റെ ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ ആദ്യം എക്സ് ബാർ ചാർട്ട് വരയ്ക്കാൻ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എക്സ് ആക്സിസിൽ എന്താ കൊടുക്കണ്ടേ? സാമ്പിൾ നമ്പർ കൊടുക്കുക. വൈ ആക്സിസിലോ സാമ്പിൾ മീനുകൾ പ്ലോട്ട് ചെയ്യാം. മനസ്സിലായ? 0, 1, 2 എക്സെട്ര അപ് ടു 12 വരെ കൊടുക്കുക. മീൻ വാല്യൂസ് ഏകദേശം ഏത് റേഞ്ചിലാണ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്ലോട്ട് ചെയ്യാം. നമുക്കിപ്പോ 0, 10, 20, 30, 40, 50, 60 അങ്ങനെ കൊടുക്കാം. 50, 60, 70 അങ്ങനെ നമുക്ക് ഏറ്റവും ഏതൊരു ആവശ്യമുണ്ടോ അതുവരെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ CL എത്രയായിരുന്നു? എക്സ് ബാർ ചാർട്ടിന്റെ 63.3 ആണ്. അപ്പൊ ഏകദേശം CL എന്ന് പറയുന്നത് എവിടെ വരും? ഇവിടെ വരും. ഇതാണ് CL equal to 63.3. ഇനി UCL എന്ന് പറഞ്ഞാൽ 92 ആണ് വരിക. അതായത് ഏറ്റവും മേളിൽ. എന്റെ ഇവിടെ സ്ഥലമില്ലാതെയാണ്. ഇവിടെ വരും UCL equal to 92.6. CL എന്ന് പറഞ്ഞാൽ 33 ആണ്. 33 മീൻസ് ഏകദേശം ഈ ഭാഗത്ത് വരും. LCL equal to 33.66. ഇനി എന്ത് ചെയ്യാ? ഓരോ സാമ്പിൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനുകൾ പ്ലോട്ട് ചെയ്യാം. അപ്പൊ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 57 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും ഏകദേശം. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീന് 64 എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ 63യുടെ മേളിൽ വരും. ഇങ്ങനെ ഓരോ മീനുകളും പ്ലോട്ട് ചെയ്യാം. മനസ്സിലായോ? വേഗം ചെയ്യും. എന്നിട്ട് അത് ജോയിൻ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുത്തുകളായിട്ട് തന്നെ വെക്കാം. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അപ്പർ കൺട്രോൾ ലിമിറ്റിന്റെ മേലിലോ ലോവർ കൺട്രോൾ ലിമിറ്റിന്റെ താഴേക്കോ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ് എന്താണ്? ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. മനസ്സിലായോ? വരയ്ക്ക് വേഗം. ഇത് വരച്ചതിന് ശേഷം ആർ ചാർട്ട് വരയ്ക്കാം. 33.6 ഉള്ളിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? നമ്മുടെ പ്രോസസ് ഇൻ കൺട്രോൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതല്ലാത്തതുകൊണ്ട് ദ പ്രോസസ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. അപ്പൊ താഴെ ഇത് സാമ്പിൾ നമ്പർ 6 ലൈസ് ഔട്ട്സൈഡ് ദ കൺട്രോൾ ലിമിറ്റ്സ്. സാമ്പിൾ നമ്പർ 6 ലൈസ് ഔട്ട്സൈഡ് ദ കൺട്രോൾ ലിമിറ്റ്സ്.
it indicates that the production process is out of control. It indicates that the production process is out of control. The production process is out of control. ഇനി നമ്മൾ ഇതുപോലെ ആർ ചാർട്ട് വരയ്ക്കുകയാണ്. ആർ ചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതേപോലെ എക്സ് ആക്സിസിൽ സാമ്പിൾ നമ്പറും വൈ ആക്സിസിൽ എന്ത് കൊടുക്കും? സാമ്പിൾ റേഞ്ച്. ഓരോ സാമ്പിളിന്റെയും റേഞ്ച്. മെയിൻ ചാർട്ടിൽ നമ്മൾ മെയിൻ ആണ് പ്ലോട്ട് ചെയ്തെങ്കിൽ റേഞ്ച് ചാർട്ടിൽ നമ്മൾ സാമ്പിൾ റേഞ്ചുകളാണ് പ്ലോട്ട് ചെയ്യുക. മനസ്സിലായോ? 0, 1, 2, 3 എക്സെട്ര അപ് ടു 12 സാമ്പിൾ റേഞ്ചുകൾ നമ്മൾ 0, 20, 40, 60, 80, 100 കൊടുക്കാം. എന്നിട്ട് ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പൊ LCL എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് വരിക. LCL എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസ് തന്നെയാണ് LCL വരിക. കാരണം എക്സ് ആക്സിസിലാണ് 0 വരുന്നത്. സോ LCL 0 എന്ന് വരും. നമ്മുടെ CL എന്ന് പറയുന്നത് എത്രയായിരുന്നു? 51.8 അല്ലെ? ഏകദേശം ഇവിടെ വരും. This is CL equal to 51.08. Then 108 something 11. 107.98. 107. അപ്പൊ 107 പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരും. ഇതാണ് UCL equal to 107.8. എത്ര വെച്ചാ അത്? ഇനി എന്ത് ചെയ്യാ? ഓരോ സാമ്പിൾ മീനിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാമ്പിൾ റേഞ്ചുകൾ നമ്മൾ പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് സാമ്പിളിന്റെ സാമ്പിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 62. അപ്പൊ അത് ഇവിടെ വരും. ദെൻ സെക്കൻഡ് സാമ്പിളിന്റെ 48 എന്ന് പറഞ്ഞാൽ ഏകദേശം കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. UCLന്റെയും ഇടയിലാണെങ്കിൽ the process is said to be in control. മനസ്സിലായോ? വേഗം വരയ്ക്കും. Since all the points lie within the control limits, the production process is in control. The production process is in control. The production process is in control. Is in control. Full stop. Next. Note 1. First note I say the note 1. A process is said to be under statistical control. A process is said to be under statistical control. A process is said to be under statistical control. If both X bar and R charts show control. If both X bar and R charts show control. രണ്ടാമത്തെ പോയിന്റ് ചെയ്ത if one or more of the points in X bar chart or R chart, if one or more of the points in X bar chart or in R chart fall outside the control limits, comma, we say that the process is out of control. We say that this will be due to
causes. This will be due to some assignable causes എന്നാ and can be rectified. And can be rectified. മൂന്നാമത്തെ പോയിന്റ്, X bar chart shows the variations between the samples. X bar chart shows the variations between the samples, while R chart shows the variations within the sample. അതായത് എക്സ് ബാർ ചാർട്ട് രണ്ട് സാമ്പിളുകൾക്കിടയിലുള്ള വേരിയേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ ആർ ചാർട്ട് സാമ്പിളിന്റെ ഉള്ളിലുള്ള വേരിയേഷൻസ് ആണ് നമുക്ക് കിട്ടുക. ആർ ചാർട്ടിൽ നിന്ന് എക്സ് ബാർ ചാർട്ട് ഷോസ് വേരിയേഷൻസ് ബിറ്റ്വീൻ സാമ്പിൾസ് while R chart shows the variations within the samples. Full stop. Construct R chart first. ആദ്യം R chart വരയ്ക്കുക. And if it shows a lack of control, and if it shows a lack of control, it must be rectified. Before constructing X bar chart. എഴുതിയോ? എഴുതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് എക്സ് ബാർ ചാർട്ടിനെയും ആർ ബാർ ചാർട്ടിനെയും കുറിച്ച് പഠിക്കാൻ. അതെങ്ങനെയാണ് അതിന്റെ കൺട്രോൾ ലിമിറ്റ്സുകൾ പഠിച്ചു വെക്കുക, അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് പഠിച്ചു വെക്കുക. അത്രയും മെയിൻ ആയിട്ട് ആവശ്യമുള്ളൂ. വ്യത്യാസം എക്സ് ബാർ ചാർട്ട് ബിറ്റ്വീൻ സാമ്പിളിലെ വേരിയേഷൻസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ ആർ ചാർട്ട് വിത്തിൻ സാമ്പിളിലെ വേരിയേഷൻസ് ആണ് നമുക്ക് കിട്ടുക. അത് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും എഴുതിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ ഇതേ സമയത്ത് തന്നെ എടുക്കാം കേട്ടോ. ഉച്ചയ്ക്ക് തന്നെ എടുക്കാം. ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.